Good morning, students. We are discussing about the chapter Dear Ijevele by Chimamanda Ngozi Adichie. Chimamanda Ngozi Adichie is a Nigerian writer and a feminist. She is known for her advocacy for feminism as well as the need for more African voices in literature. അടിച്ചേയി ഒരു ഫെമിനിസ്റ്റാണ്. സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്ന ഒരു സ്ത്രീയാണ്. അവർ ആഫ്രിക്കൻ വോയിസിൽ അവരുടെ ഭാഷയിൽ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി എഴുതി വച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഒരു കത്തിനെ പറ്റിയാണ്. ഡിയർ ഇജിയാവെലെ. ഇജിയാവെലെ അടിച്ചേയുടെ ഒരു ഫ്രണ്ടാണ്. ഇജിയാവെലയ്ക്ക് ഒരു കുട്ടി ഉണ്ടാവുന്നു, ചിസാലം അഡോറ. അപ്പോൾ ഇജിയാവെലയ്ക്ക് ഒരു ആഗ്രഹം, എൻ്റെ മോളെ ഒരു ഫെമിനിസ്റ്റായിട്ട് വളർത്തണം. അതിനു വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ സ്റ്റെപ്സാണ് ഞാൻ അറിഞ്ഞിരിക്കേണ്ടത്? ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ ഈ ലെസൺ പഠിക്കുന്നത്. പല സജഷൻസും ഇവളുടെ മനസ്സിൽ ഉണ്ട്. പക്ഷെ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ സജഷനാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കേണ്ടത്? അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവളുടെ മനസ്സിലുണ്ടായിരുന്നു. ഫസ്റ്റ് സജഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സെക്കൻഡ് സജഷൻ, ഡു ഇറ്റ് ടുഗദർ. റിമെമ്പർ, ഇൻ പ്രൈമറി സ്കൂൾ വി ലേൺ ദാറ്റ് എ വെർബ് വാസ് എ ഡൂയിങ് വേർഡ്. വെൽ, ഫാദർ ഈസ് ആസ് മച്ച് എ വെർബ് ആസ് എ മദർ. ഇവിടെ അച്ഛനും അമ്മയും ആ രണ്ട് വെർബുകൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഷെയർ ചൈൽഡ് കെയർ ഈക്വലി. ഈക്വലി ഓഫ് കോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ യു ബോത്ത് ആൻഡ് യു വിൽ ഹാവ് ടു വർക്ക് ഇറ്റ് ഔട്ട്. സമത്വം അവിടെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒരു കുട്ടിയെ വളർത്തുന്നത് അച്ഛനും അമ്മയും, കുട്ടിയെ ശ്രദ്ധിക്കുന്നത് അച്ഛനും അമ്മയും ഒരേപോലെ ആയിരിക്കണം. അവിടെ ഒരു വ്യത്യാസം പാടില്ല. ഓഫ് കോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ യു ബോത്ത്. ബോത്ത് എന്ന് വെച്ചാൽ ഇവിടെ ഇജിയാവെലയും അവളുടെ ഹസ്ബൻഡ് ചൂടി, അവർ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ആൻഡ് യു വിൽ ഹാവ് ടു വർക്ക് ഇറ്റ് ഔട്ട്. പേയിങ് ഈക്വൽ അറ്റൻഷൻ ടു ഈച്ച് പേഴ്സൺസ് നീഡ്സ്. It does not have to mean a literal 50-50 or a day-by-day score keeping, but you will know when the child care work is equally shared. അങ്ങനെ നമ്മൾ ഭാഗിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് കുട്ടിക്ക് ആവശ്യം വരുന്നത്, അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ കെയർ ആവശ്യമുള്ളത്, അവരുടെ സഹായം ആവശ്യമുള്ളത്, ആ സമയത്ത് സമയാസമയം അനുസരിച്ച് ചെയ്യുക. You will know by your lack of resentment, because when there is true equality, resentment does not exist. ഇവിടെ ഒരു സമത്വമാണുള്ളത്. ഇവിടെ ആര് ആണ് മുൻപോട്ട് നിൽക്കേണ്ടത് അങ്ങനെയല്ല, രണ്ടുപേരും ഒരുപോലെ ആയിരിക്കണം. ആൻഡ് പ്ലീസ് റിജക്റ്റ് ദ ലാംഗ്വേജ് ഓഫ് ഹെൽപ്പ്. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ സഹായമാണ് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ പാടില്ല. When we say fathers are helping, we are suggesting that child care is mother's territory, into which fathers valiantly venture. എല്ലാം സ്ത്രീകളുടെ മാത്രം ഒരു ബൗണ്ടറി അല്ല, സ്ത്രീകളുടെ മാത്രം ഒരു ജോലിയല്ല കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളത്. അവിടെ ഫാദേഴ്സിൻ്റെ അച്ഛന്മാരുടെ സഹായം ചോദിക്കുന്നു, അല്ലെ അച്ഛന്മാർ അവിടെ പ്രവേശനമുണ്ടോ, അല്ലെ അച്ഛന്മാർ പ്രവേശിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയൊന്നും പാടില്ല.
Can you imagine how many more people today would be happier, more stable, better contributors to the world if only their fathers had been actively present in their childhood? നമ്മൾ ചൈൽഡ്ഹുഡിൽ മീൻസ് എത്ര ഫാദേഴ്സ്, എത്ര അച്ഛന്മാർ ഇങ്ങനെ അവരവരുടെ കോൺട്രിബ്യൂഷൻ ഈ ലോകത്ത് കൊടുത്തിട്ടുണ്ടാവും. Judy does not deserve any special gratitude or praise, nor do you. You both made the choice to bring a child into the world, and the responsibility for that child belongs equally to you both. ഇവിടെ നിൻ്റെ ഹസ്ബൻഡായ ചൂടിക്ക് ഒരു പ്രത്യേകിച്ച് നന്ദിയൊന്നും പറയേണ്ട കാര്യമില്ല, അവനെ പ്രശംസിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ്. ഒരു കുട്ടിയെ ഭൂമിയിൽ കൊണ്ടുവരിക, ആ കുട്ടിയുടെ ഉത്തരവാദിത്തം ഈക്വലായിട്ട് സമത്വത്തോടുകൂടി ചെയ്തു തീർക്കുക. ഇവിടെ ഹസ്ബൻഡിൻ്റെ ജോലി വേറെ, വൈഫിൻ്റെ ജോലി വേറെ. കുട്ടിയെ നോക്കേണ്ടത് വൈഫാണ്, അമ്മയാണ് കുട്ടിയെ നോക്കേണ്ടത്, അച്ഛനാണ് ഒരു സഹായിയായിട്ട് മാത്രം നിൽക്കുക, അങ്ങനെയല്ല. അഥവാ അച്ഛൻ എന്തെങ്കിലും സഹായം ചെയ്തെങ്കിൽ അച്ഛനെ പ്രശംസിക്കേണ്ട ആവശ്യവുമില്ല. ഇതാണ് സെക്കൻഡ് സജഷനിൽ പറയുന്നത്. ഇനി അടുത്തത് തേർഡ് സജഷൻ, മൂന്നാമതായിട്ട് പറയുന്ന സജഷൻ. ടീച്ച് ഹർ ദാറ്റ് ദ ഐഡിയ ഓഫ് ജെൻഡർ റോൾസ് ഈസ് അബ്സല്യൂട്ട് നോൺസെൻസ്. അപ്പോൾ കുട്ടിയോട് നമ്മൾ പറയേണ്ടത്, കുട്ടിക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, ഈ ജെൻഡർ റോൾസ്, സ്ത്രീ പുരുഷൻ, അവരുടെ ജോലി, അവരുടെ രീതികൾ, അങ്ങനെ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം നോൺസെൻസ് ആണ്. എന്ന് വെച്ചാൽ അതൊക്കെ ബുദ്ധിശൂന്യതാണ് പറയുന്നത്. ഡു നോട്ട് എവർ ടെൽ ഹർ ദാറ്റ് ഷീ ഷുഡ് ഓർ ഷുഡ് നോട്ട് ഡു സംതിങ് ബിക്കോസ് ഷീ ഈസ് എ ഗേൾ. ഒരിക്കലും പറയരുത് നീ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒന്നും പറയരുത്. ബിക്കോസ് യു ആർ എ ഗേൾ ഈസ് നെവർ എ റീസൺ ഫോർ എനിത്തിങ് എവർ. ഒരിക്കലും അങ്ങനെ ഒരു കാര്യത്തിന് തടസ്സം നിന്ന് കൊടുക്കരുത്, തടസ്സം പറയരുത്. നീ ഒരു പെൺകുട്ടിയാണ്, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയുകയേ ചെയ്യരുത്. I remember being told as a child to bend down properly while sweeping like a girl, which meant that sweeping was about being female. I wish I had been told simply, bend down and sweep properly because you will clean the floor better. And I wish my brothers had been told the same thing. അപ്പം ഞാനും ഒരു ചെറിയ പെൺകുട്ടിയായിരുന്ന സമയത്ത് വീട് വൃത്തിയാക്കുമായിരുന്നു. അപ്പോൾ സാധാരണ പെൺകുട്ടികളോട് എന്താ പറയുക, നല്ലോണം കുനിഞ്ഞു നിന്നിട്ട് അത് വൃത്തിയാക്കുക. കാരണം നീ ഒരു പെൺകുട്ടിയാണ്, നാളെ ഫ്യൂച്ചറിൽ ഭാവിയിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ടും നിനക്ക് ഇതൊക്കെ ജോലി ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. അങ്ങനെയല്ല, എന്താണ് പറയേണ്ടത്, നന്നായിട്ട് ചെയ്യുക, ചെയ്താൽ അത് കുറച്ചുകൂടെ വൃത്തിയാവും, അങ്ങനെ വേണേൽ പറയാം. There have been recent Nigerian social media debates about women and cooking. അടുത്ത ഘട്ടമാണ് കുക്കിങ്ങിനെ പറ്റി, ഭക്ഷണം പാചകം ചെയ്യുന്നതിന്. About how wives have to cook for husbands. സാധാരണ നൈജീരിയയിലെ എല്ലാ ലേഡീസും, എല്ലാ സ്ത്രീകളും ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കും. ഇറ്റ് ഈസ് ഫണ്ണി ഇൻ ദ വേ ദാറ്റ് സാഡ് തിങ്സ് ആർ ഫണ്ണി ദാറ്റ് വി ആർ സ്റ്റിൽ ടോക്കിംഗ് അബൌട്ട് കുക്കിംഗ് ആർ സം കൈൻഡ് ഓഫ് മാരേജബിലിറ്റി ടെസ്റ്റ് ഫോർ വിമൻ. ഇപ്പോൾ സ്ത്രീകൾ ഭക്ഷണം, അപ്പോൾ കല്യാണത്തിൻ്റെ സമയത്ത് തന്നെ ഒരു ചോദ്യം ഉണ്ടാവും, ഇവൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാവോ, അങ്ങനെയൊക്കെ ചോദ്യം ഉണ്ടാവും. അപ്പോൾ സ്ത്രീകളുടെ മാത്രം ഒരു കുത്തകയാണ് ഭക്ഷണം ഉണ്ടാക്കുക, അല്ലെ അവരുടെ മാത്രം ഒരു ഉത്തരവാദിത്തമാണ് ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള കാര്യം. കുക്കിംഗ്, ഡൊമസ്റ്റിക് വർക്ക് ഇൻ ജനറൽ ഈസ് എ ലൈഫ് സ്കിൽ ദാറ്റ് ബോത്ത് മെൻ ആൻഡ് വിമൻ ഷുഡ് ഐഡിയലി ഹാവ്. ഇപ്പോൾ ഇത് ഡൊമസ്റ്റിക് വർക്കാണ്, വീട്ടിലെ ഒരു ജോലിയാണ്. ഇത് രണ്ടുപേരും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് ആൾസോ എ സ്കിൽ ദാറ്റ് ക്യാൻ എലൂഡ് ബോത്ത് മെൻ ആൻഡ് വിമൻ. ഇത് രണ്ടു പേർക്കും അതിൻ്റേതായ ഒരു ബോധമുണ്ടാവണം. എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കണം, എന്ത് തരം ഭക്ഷണം ഉണ്ടാക്കണം, നമ്മൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ള, ഇക്കാര്യമെല്ലാം ഒരു കുടുംബത്തിലുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു മീ ഹൗ ഏർലി ദ വേൾഡ് സ്റ്റാർട്ട്സ് ടു ഇൻവെൻറ്റ് ജെൻഡർ റോൾസ്. യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു എ ചിൽഡ്രൻസ് ഷോപ്പ് ടു ബൈ ചിസാലും ആൻ ഔട്ട്ഫിറ്റ്. In the girls section were pale creations in washed out shades of pink. I disliked them. The boys section had outfits in vibrant shades of blue because I thought blue would be adorable against her brown skin and photograph better. I bought one.
At the checkout counter, the cashier said mine was the perfect present for the new boy. I said it was for a baby girl. She looked horrified. Blue for a girl? ഇതൊരു ചെറിയ കഥയാണ്. ഇങ്ങനെ പല കഥകളും ഇതിൽ പല എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. അപ്പം അടിച്ചേയി ഒരു കടയിൽ പോകുന്നു. ഫ്രണ്ടിൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു ഉടുപ്പ് വാങ്ങാൻ വേണ്ടി പോയി. അവിടെ 2 സെക്ഷനിലായിട്ട് ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് വേറെ, ആൺകുട്ടികൾക്ക് വേറെ. പെൺകുട്ടികളുടെ സെക്ഷനിലെല്ലാം പിങ്കിഷ് കളറിലുള്ള ഡ്രസ്സുകളാണ്, ലൈറ്റ് കളേർഡ്. ആൺകുട്ടികളുടെ സൈഡിൽ ബ്രൈറ്റ് കളറായിട്ടുള്ള കുറച്ചുകൂടി നല്ലോണം കളർ കൂടിയ ഡ്രസ്സുകൾ വെച്ചിട്ടുണ്ട്. അപ്പം ബ്ലൂ കളറിലുള്ളൊരു ഡ്രസ്സ് ഇവർ സെലക്ട് ചെയ്തു. ക്യാഷ് കൗണ്ടറിൽ പൈസ അടയ്ക്കാൻ പോയപ്പോൾ ക്യാഷ്യർ പറഞ്ഞു, ഇത് പെർഫെക്റ്റായിട്ട് ആ ബോയ്ക്ക് ചേരും എന്ന്. അപ്പോൾ ഉടനെ അടിച്ചേയി പറഞ്ഞു, ഇത് ബോയ്ക്ക് വേണ്ടിയല്ല, ഞാൻ സെലക്ട് ചെയ്തൊരു ബേബി ഗേളിന് വേണ്ട, ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാണ്. അപ്പോൾ അവിടെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ പോലും ആൺകുട്ടി പെൺകുട്ടി അങ്ങനെ 2 സെക്ഷനിലായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. I looked at the toy section, which was also arranged by gender. Toys for boys are mostly active and involve some sort of doing. Trains, cars, and toys for girls are mostly passive and are overwhelmingly dolls. I was struck by this. I had not quite realized how early society starts to invent ideas of what a boy should be and what a girl should be. അതുപോലെ തന്നെ ടോയ്സിൻ്റെ കളിപ്പാട്ടങ്ങളുടെ സെക്ഷനിൽ പോയാലോ, ഗേൾസിന് വേണ്ടിയിട്ടെല്ലാം എന്താ പാവകൾ അങ്ങനെ ഇപ്പോൾ ടെഡി ബിയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കും. ആണുങ്ങളുടെ സൈഡിലേക്ക് എന്താണ്, ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സൈഡ് ട്രെയിന്, കാറ് അങ്ങനെയുള്ള ടോയ്സ് വയ്ക്കും. I wish the toys had been arranged by type rather than by gender. ഈ ആൺകുട്ടിക്ക് വേറെ കളിപ്പാട്ടം, പെൺകുട്ടിക്ക് വേറെ കളിപ്പാട്ടം അങ്ങനെയല്ല വേണ്ടത്. ഇത് കളിപ്പാട്ടങ്ങളുടെ ഒരു സെക്ഷൻ അതിൻ്റേതായ രീതിയിൽ വേർതിരിക്കണം. കാരണം മൂവ് ചെയ്യുന്ന ചലിക്കുന്ന കളിപ്പാട്ടങ്ങൾ വേറെ, ചലിക്കാത്ത കളിപ്പാട്ടങ്ങൾ വേറെ, അങ്ങനെയാണ് വെക്കേണ്ടത്. I wish the toys had been arranged by type rather than by gender. Did I ever tell you about going to a US mall with a 7-year-old Nigerian girl and her mother? She saw a toy helicopter, one of those things that fly by wireless remote control, and she was fascinated and asked for one. No, her mother said, you have your dolls. And she responded, Mummy, is it only dolls I will play with? ഇത് വേറൊരു കഥ. ഒരു നൈജീരിയൻ ഗേളും അവളുടെ അമ്മയും കൂടെ US ഒരു മോളിൽ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ അവിടെ ടോയ് ഷോപ്പ് കണ്ടു. അപ്പോൾ അവിടെ കണ്ടൊരു ഹെലികോപ്റ്റർ, ടോയ് ഹെലികോപ്റ്റർ. പെൺകുട്ടി പറഞ്ഞു, എനിക്കത് വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അമ്മ പറയാണ്, നോ, അത് പറ്റില്ല, അത് ആൺകുട്ടികൾക്കുള്ളതാണ്, നിനക്ക് വേറെ ഡോളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കളിച്ചാൽ മതി. നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം.